പറഞ്ഞ സമയം 3 മണിയാണ്. ഇപ്പോൾ അരമണിക്കൂർ ഏകദേശം വൈകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇനി എത്ര സമയം കൂടി എടുത്തേക്കാം ഹീറ്റ്സ് മത്സരങ്ങൾക്ക് വിസിൽ മുഴങ്ങാൻ? പ്രജീഷ് 10 മിനിറ്റിനകം തന്നെ മത്സരം ആരംഭിക്കും. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് വള്ളങ്ങളൊക്കെ ഇങ്ങനെ ആളുകളെ ആവേശത്തിൽ ആറാടിച്ചുകൊണ്ട് ഹൃദയതാളം ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ എന്ത് പറഞ്ഞാണ് അതിനെ വ്യാഖ്യാനിക്കുക, വർണ്ണിക്കുക? അത് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അത് എത്രത്തോളം വൈകാരികമാണ്, എത്രത്തോളം സുന്ദരമാണ്, എത്രത്തോളം മനോഹരമാണെന്ന് നമുക്ക് സാധാരണ നിലയിൽ നമ്മൾ പൂരത്തിനൊക്കെ ആനയെ മേളത്തിൻ്റെ അകമ്പടിയോടെ എഴുന്നള്ളിച്ച് വരുന്നതിനേക്കാൾ സുന്ദരമായ കാഴ്ച. ആ താളം തന്നെ നോക്കുക. ആ ഇലത്താളത്തിൻ്റെയും ഇടിതടിയുടെയും ഒക്കെ താളത്തോടുകൂടി പതുക്കെ പതുക്കെ തുഴഞ്ഞ് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ്. ഇനിയാണ് മത്സരം. ഇനിയാണ് ഈ പുന്നമടക്കായലിനെ ആവേശത്തിൽ ആറാടിച്ചുകൊണ്ട് ഇരുകരകളിലും നിൽക്കുന്ന ജനങ്ങളുടെ ഹൃദയമിടിപ്പ് ഉയർത്തിക്കൊണ്ട് ഹൃദയതാളം നിലയ്ക്കുന്ന മട്ടിൽ മത്സരവള്ളം കളി ആരംഭിക്കാൻ പോകുന്നു. കാരണം ആദ്യ ഹീറ്റ്സ് തന്നെ മത്സരിക്കുന്നത് ആരാ? കാരിച്ചാൽ. നമ്മൾ പറയുന്നത് പോലെ കാരിച്ചാലാണ് ജലരാജാവ്. 16 തവണയാണ് കാരിച്ചാൽ നെഹ്റു ട്രോഫി മുത്തമിട്ടിട്ടുള്ളത്. ഇത്തവണ അവർക്ക് മറ്റൊരു ക്ലബിന്റെയും ഒന്നും ഔദാര്യം വേണ്ട. ഞങ്ങളുടെ പിള്ളേരെ കൊണ്ട് തന്നെ തുഴഞ്ഞ് കപ്പെടുക്കുമെന്നുള്ള വാശിയോടുകൂടി സ്വന്തം ക്ലബ്ബ് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ് പായിപ്പാട് എന്നുള്ള പേരിൽ പുതിയതായ ഒരു ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് ആ ക്ലബ്ബാണ് ഇത്തവണ ജലരാജാവായ കാരിച്ചാൽ ചുണ്ടന് തുഴയുന്നത്. 16 തവണ കപ്പടിച്ചിട്ടുള്ള കാരിച്ചാൽ ഇത് 17ാമത്തെ തവണ സ്വന്തം ക്ലബിനെ കൊണ്ട് കപ്പടിപ്പിക്കുമെന്നുള്ള വാശിയോടുകൂടി കാരിച്ചാൽ 4ാം ട്രാക്കിൽ. 3ാം ട്രാക്കിൽ കരുവറ്റ ശ്രീവിനായകൻ. നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള വള്ളമല്ല. അതും അവർക്കും ഒരുപക്ഷെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, ഒരു തവണയെങ്കിലും നമ്മൾ ലോകകപ്പിനേക്കാൾ കുട്ടനാട്ടുകാർക്ക് മഹത്തരമായ നെഹ്റുവിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ വെള്ളിക്കപ്പ് സ്വന്തമാക്കാൻ ആർക്കും മോഹമില്ലാതില്ല. എല്ലാവരെയും മോഹിപ്പിക്കുന്ന ഒരു സുന്ദരിയാണ് ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും നെഹ്റു ട്രോഫി എന്ന് പറയുന്നത്. 2ാം ട്രാക്കിൽ വെള്ളംകുളങ്ങരയാണ്. 88-ലും 2002-ലും നെഹ്റുവിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ നെഹ്റു ട്രോഫി സ്വന്തമാക്കിയിട്ടുള്ള വെള്ളംകുളങ്ങര. 1ാം ട്രാക്കിൽ ആനാരി പുത്തൻചുണ്ടൻ. പഴയ വള്ളമാണ്, പക്ഷേ ഇതുവരെ ആനാരിക്ക് നെഹ്റു ട്രോഫി നേടിയെടുക്കാൻ സാധിച്ചില്ല. ഇത്തവണ ഞങ്ങളും ഒന്ന് പയറ്റി നോക്കിയേക്കാം, നെഹ്റു ട്രോഫി ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ആനാരിയും. ഈ 4 വള്ളങ്ങളും ഏകദേശം ഒരേ സ്ഥലത്ത് നിന്ന് വരുന്ന വള്ളങ്ങളാണ്. അച്ചൻകോവിലാറിൻ്റെ ഇരുകരകളുമായി 2-3 കിലോമീറ്റർ ചുറ്റളവിലുള്ള വള്ളങ്ങളാണ്. വെള്ളംകുളങ്ങരയിൽ നിന്നൊന്ന് ആർപ്പോ വിളിച്ചാൽ ഇപ്പുറത്ത് കാരിച്ചാലുകാർ ഇറോ എന്ന് വിളിക്കും. പരസ്പരം അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ പോരാട്ടത്തിനിറങ്ങിയാൽ, കായലിലിറങ്ങിയാൽ, തുഴ വീണാൽ പിന്നെ മത്സരമാണ്. ഒരുപക്ഷെ അത് അടിയും ബഹളവും ഒക്കെ ആവും കരക്കാർ തമ്മിൽ. ഇവിടെയല്ല, യഥാർത്ഥ മത്സരം നടക്കുന്നത് കരക്കാരുടെയും ബോട്ട് ക്ലബ്ബുകാരുടെയും ഹൃദയത്തിലാണ്, അവരുടെ ആവേശത്തിലാണ് ഈ വള്ളംകളിയും ഈ ക്ലബ്ബുകളും ഒക്കെ വള്ളംകളിയും ക്ലബ്ബുകളും ഒക്കെ നിലനിൽക്കുന്നത് തന്നെ. കാരണം അത്രമേൽ പൈസ ചെലവുള്ള ഒരു പരിപാടിയാണ്. ഒരു വള്ളം വെച്ചിറക്കണമെങ്കിൽ 50-60 ലക്ഷം രൂപയാവും. ഒരു നെഹ്റു ട്രോഫിയിൽ ഒരു ടീമിനെ അണിയിച്ചൊരുക്കണമെങ്കിൽ ഏകദേശം 75 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിൽ പണയാവും. അത്രത്തോളം പണം ചെലവാക്കി നടത്തുന്ന, അല്ലെങ്കിൽ അത്രമേ നാട്ടുകാരുടെയൊക്കെ വലിയ അവരുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഈ വാശിക്കും അവരുടെ കരയുടെ പേര് നിലനിർത്താനും അവരുടെ വള്ളത്തിന് പേര് കിട്ടാനും പ്രശസ്തി കിട്ടാനും ഒക്കെ വേണ്ടി ആളുകൾ ചെലവാക്കി. ഈ ഒരു നിമിഷത്തിന് വേണ്ടി എവിടെയെല്ലാമൊക്കെ ഇരുന്ന ആളുകൾ കാത്തിരിപ്പുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടനാട്ടുകാർ എവിടെയുണ്ടോ, അല്ലെങ്കിൽ വള്ളംകളി പ്രേമികൾ എവിടെയുണ്ടോ, അവരെല്ലാം ഇപ്പോൾ TV-യുടെ മുമ്പിലായിരിക്കും, അല്ലെങ്കിൽ അവർ മൊബൈൽ ഫോണിൽ ഈ കളി കാണുകൊണ്ടിരിക്കും. കാരണം ഇത് ക്രിക്കറ്റ് ഭ്രാന്തന്മാരെ പോലെയോ അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകരെ പോലെയല്ല. ഇത് അവരുടെ കളിയാണ്, അവരുടെ പ്രദേശത്തിൻ്റെ കളിയാണ്, അവരുടെ നാടിൻ്റെ പേര് നാടാകെ ലോകമാകെ അറിയിക്കാൻ പോകുന്ന കളിയാണ്. അതുകൊണ്ട് അവർ കാത്തിരിക്കും. അവർ ആ നിമിഷം വേണ്ടി കാത്തിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കാണാം.